ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. ഇന്ന് സാരി ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്ത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. ഇത് ഫോൾഡഡ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ഓപ്പണിംഗ് സൈഡാണ്. ആദ്യം ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. സാരി ബ്ലൗസിന് എപ്പോഴും നോർമൽ ഷോൾഡറിനേക്കാളും 4.25 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ ഹാഫ് വരുന്നത് 6.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡർ എടുക്കുന്നത് 4.25 ഇഞ്ച് കുറച്ചിട്ട് 5.75 ഇഞ്ചസ് ആണ്. ആദ്യം ക്ലോത്ത് ലെവൽ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഷോൾഡർ 5.75 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ആം ഹോൾ എടുക്കുന്നത് 6 ഇഞ്ചസ് ആണ്. ഒരു 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് 42 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ 4/1 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്കം 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. സൈഡിൽ ഷേപ്പ് വരച്ചെടുക്കാം. വേസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് 38 ഇഞ്ചസ് ആണ്. സീം ഇട്ടിരിക്കുന്ന പോർഷൻ ഇതുപോലെ ചരിച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 3 ഇഞ്ചാവും. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് ആം ഹോളിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്ക് ആം ഹോൾ 1.5 ഇഞ്ചിൽ കൂടി വരച്ചെടുക്കാം. ഇത്രയുള്ള ബാക്ക് പീസിൻ്റെ മാർക്കിങ്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഷോൾഡർ സ്ലോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങി ആം ഹോൾ കൂടി കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇനി സൈഡ് പോർഷൻ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ. താഴെ ലെങ്ത്തിൻ്റെ മാർക്കിങ്ങിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അത് ഇതുപോലെയാണ് വരുന്നത്. ബാക്ക് പീസ് വളരെ ഈസിയാണ് കട്ട് ചെയ്തെടുക്കാൻ. ബാക്ക് പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറും ആം ഹോൾ എല്ലാം മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടി പോവും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. താഴെ നമുക്കൊരു പീസ് വെച്ചിട്ട് മടക്കി തയ്ച്ചെടുക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻസിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. See you again on next video. Thank you for watching.